അങ്ങേയറ്റം ദുഃഖകരമായ സാഹചര്യമാണ് രതീഷ ഈ വീട്ടിലുള്ളത്. ഈ നിതിനെ സ്കൂളിൽ പഠിപ്പിച്ച ഒരു ടീച്ചറുണ്ട്. ടീച്ചറോട് തന്നെ ചോദിക്കാം. ടീച്ചറെ, അങ്ങേയറ്റം സങ്കടകരമായ ഒരു സാഹചര്യമാണ് ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ. ഏത് ക്ലാസ്സിലാണ് അവനെ പഠിപ്പിച്ചത്? അവനെ +2 മാത്സ് ടീച്ചറാണ് ഞാൻ. എൻ്റെ പേര് കലാറാണി. ഇപ്പം മോന് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, നല്ല സ്വഭാവമുള്ള കുട്ടിയാണ്. അതുകൊണ്ട് നമ്മൾ സ്കൗട്ടിനും നമുക്ക് ചാർജായിരുന്നു, എനിക്ക് ചാർജായിരുന്നു. അപ്പോൾ സ്കൗട്ടിലെ ലീഡറുമായിരുന്നു കുട്ടി. അത് മിടുക്കനായ കുട്ടിയാണ്. ഒരു 6 മാസം മുമ്പ് ഞാൻ കണ്ടപ്പം ടീച്ചർ ഞാൻ റിപ്പീറ്റ് ചെയ്യണം, ഇപ്പം എനിക്ക് PDS കിട്ടണേ, ഞാൻ കയറും, എനിക്ക് ഡോക്ടർ ആവണം എന്നൊരു താല്പര്യം പറഞ്ഞു. അപ്പം മോൻ ഓൾ ദ ബെസ്റ്റ് എല്ലാം പറഞ്ഞാണ് ഞാൻ വിട്ടത്. എന്നിട്ട് ഇപ്പം എന്ത് പറ്റിയെന്ന് നമുക്കറിയത്തില്ല. നല്ല സ്വഭാവമുള്ള കുട്ടിയാണ്, പാവ ഒരു കുട്ടിയായിരുന്നു. വേറെ ഒന്നും പറയാനില്ല. ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുമായിരുന്നല്ലേ? പഠിക്കുന്ന കുട്ടിയാ, നല്ല സ്വഭാവമുള്ള കുട്ടിയാ, ഡിസിപ്ലിൻ ആയിരുന്നാലും നല്ല കുട്ടിയായിരുന്നു. പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അധ്യാപികയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു കുട്ടി കിടക്കേണ്ടി വരുന്നത് കാണുക എന്ന് പറയുന്നത് അങ്ങേയറ്റം സങ്കടകരമായ സാഹചര്യമാണ്. അതിപ്പോൾ ഒരു അധ്യാപകൻ തന്നെ അല്ലെങ്കിൽ ഒരു അധ്യാപിക അതിന് കാരണമായി എന്ന് പറയുമ്പോൾ അതൊക്കെ എത്രത്തോളം മോശമാണ്. അധ്യാപകൻ തന്നെയാണ് കാരണം. നമുക്കറിയില്ല എന്താണ് കാരണമെന്ന്, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. എന്താണെന്ന് അന്വേഷിക്കണം, കുട്ടിക്ക് നീതി കിട്ടണം. അകത്ത് കയറി ഇതിനെ കണ്ടിരുന്നോ? ഇതിനെ കണ്ടു. എങ്ങനെ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. എന്തായാലും കുട്ടിക്ക് നീതി കിട്ടണം, ആരുടെ ഭാഗത്തു നിന്നായാലും. ഇതാണ് ഒരു അധ്യാപികയുടെ, കല എന്ന അധ്യാപികയാണ്. +2 കണക്ക് പഠിപ്പിച്ച ടീച്ചറാണ്. ആ